ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മെയ് 25 മുതൽ ജൂൺ 3 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിനിടയിൽ കുറേ മക്കളുടെ ഒരു സംശയം ഉണ്ടായിരുന്നു, റീവാലുവേഷന് കൊടുത്തതിൻ്റെ റിസൾട്ട് വന്നിട്ടാണോ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക? അപ്പോൾ റീവാലുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അപ്ലൈ ചെയ്ത ഫോമിൽ നിങ്ങൾക്ക് വരുമോ? അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം റീവാലുവേഷന് കൊടുത്ത് നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിലും അപ്ലൈഡ് ആവും. കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കൊടുത്തിട്ടല്ലേ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമോ, റീവാലുവേഷൻ കൊടുത്തത് കൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ ഈ ഡേറ്റിനുള്ളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജൂൺ 3 വരെ സമയമുണ്ട്. ഈ ഡേറ്റിനുള്ളിൽ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആരുടെയെങ്കിലും സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയണത്. പക്ഷേ എല്ലാ സ്കൂളിലും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെൻറ്റേഴ്സിലോ ഇൻ്റർനെറ്റ് കഫേയിൽ ഇത് ചെയ്യുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ, നിങ്ങളുടെ ഇൻഫർമേഷൻസ് അവർ എൻ്റർ ചെയ്തിട്ടുള്ളത് കറക്റ്റാണോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷനും കൊടുത്ത് ഫൈനൽ സബ്മിഷനും കൊടുത്ത് നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അഡ്മിഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് നമ്മുടെ ചാനലിൽ വീഡിയോ കാണും. ഇനി അതിലല്ലാത്ത എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അറിയിക്കാം. അത് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇത് കൂടാതെ നിങ്ങൾ +1 സയൻസ് ആണ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 എങ്ങനെ സയൻസ് എടുത്ത് പഠിക്കും, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് സയൻസ് എടുത്തു കഴിഞ്ഞാൽ അത് താങ്ങോ, അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും എൻ്റെ കുട്ടികൾക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയായാലും നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും സിമ്പിളാക്കി പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം വിന്നർ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മിസ്സും അലക്സ് സാറും അലൻ സാറും ജസീൽ സാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. സയൻസ് എടുക്കാനാണ് എൻ്റെ കുട്ടികൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം.